എം പി രാജേഷിലേക്ക് കൂടി. രാജേഷ്, ഇപ്പോൾ ഈ PPP ഊന്നൽ കൊടുത്തുകൊണ്ട് മിക്കവാറും എല്ലാ പദ്ധതികളിലും ആ PPP ഊന്നൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഈ ലാൻഡ് റിഫോംസിൻ്റെ കാര്യം നോക്കിയാലും അത് ചെന്ന് നിൽക്കുന്നത് സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെയാണ്. മറ്റൊന്ന് ഈ സിൽവർ എക്കോണമിയുടെ കാര്യമായാലും ഫിലിം സിറ്റിയുടെ കാര്യമായാലും ഈ അക്കാഡമിക് ടൂറിസത്തിൻ്റെ കാര്യമായാലും ഒക്കെ അതിനെ സ്വകാര്യ മേഖലയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമ്പൂർണ്ണമായി എതിർക്കാവുന്ന കാര്യങ്ങളാണ് എന്ന് ഇടതുപക്ഷം ഈ ഓരോ വിഷയത്തിലുമുള്ള സ്വകാര്യ ഇടപെടലിനെ കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് അതിൽ ഈ ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ തോന്നുന്നത്? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ പറഞ്ഞ വളരെ വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കോൺഗ്രസ് നേതാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് MLA അദ്ദേഹം ഇത് ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണെന്ന് മറന്നെന്ന് തോന്നുന്നു. കുറേ രാഷ്ട്രീയ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ കടത്തിൻ്റെ കാര്യമൊക്കെ പറയുണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു കണക്ക് പറയാം. കടത്തെ ലോകത്താരും കേവലമായ സംഖ്യയിൽ പറയാറില്ല. അത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇപ്പോൾ 5 ലക്ഷം കോടി കടം എന്നല്ല പറയുക. കടവും സംസ്ഥാന ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതമായിട്ടാണ് പറയുക. അതാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതി. അതിനാണ് ഡെപ്റ്റ് GDP റേഷ്യോ എന്ന് പറയുക. ഇന്ത്യയുടെ കടവും ഇന്ത്യയുടെ GDP തമ്മിലുള്ള അനുപാതമായിട്ടാണ് പറയുക. കേരളത്തിൻ്റെ കടവും സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും തമ്മിലുള്ള അനുപാതമായിട്ടാണ് പറയുക. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇത്രയായി എന്നൊക്കെ നമുക്ക് സാധാരണ വല്ല പൊതുയോഗത്തിൽ പറയാം എന്നത് ശരിയാണ്. ബജറ്റിൻ്റെ ചർച്ചയിൽ അങ്ങനെയല്ല പറയുന്നത്. എത്രയാണ് കേരളത്തിൻ്റെ ഡെപ്റ്റ് GDP റേഷ്യോ? അത് 32%. 32, ചിലർ 34 എന്ന് പറയുന്നുണ്ട്. പരമാവധി വന്നാൽ 34. ഇപ്പോൾ ഏറ്റവും കൂടിയത് എപ്പോഴാണ്? LDF സർക്കാരിന് കീഴിൽ ഏറ്റവും കൂടിയത് കോവിഡ് കാലത്താണ്. അന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അന്ന് 38 വരെ പോയി. എന്നാൽ കേരള ചരിത്രത്തിൽ ഡെപ്റ്റ് GDP റേഷ്യോ ഏറ്റവും കൂടിയ കാലം 2002, 2003, 2004, 2005 ഈ സാമ്പത്തിക വർഷങ്ങളിലാണ്. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരുന്ന കാലത്ത്. ഈ 3 വർഷവും ഏതാണ്ട് 40%. ആദ്യത്തെ വർഷം 39%, രണ്ടാമത്തെ വർഷം 40%, അതിനുശേഷം 39.5%. എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കടഭാരം, GDP അനുപാതം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്താണ് ഉണ്ടായത്. അതൊന്ന്. 2, നിങ്ങൾ നികുതി പിരിച്ചില്ല എന്നൊക്കെ എല്ലാത്തിനും ഇപ്പോൾ മറുപടി പറയേണ്ടി വരുന്നതും കഷ്ടമാണ്. അത്രയും സമയമില്ല. നികുതി പിരിച്ചില്ല എന്നൊക്കെ ഒരു പ്രസ്താവന അദ്ദേഹം തട്ടിവിടുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസമാണ് റിസർവ് ബാങ്കിൻ്റെ കണക്ക് വന്നത്. സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ, സംസ്ഥാനങ്ങളുടെ തനത് നികുതി വരുമാനത്തിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും മുൻനിര സംസ്ഥാനങ്ങളിലൊന്നാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം LDF സർക്കാർ ഇരുന്ന ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ പുരോഗതി ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 6 സംസ്ഥാനങ്ങളിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, തമിഴ്നാട് ഉൾപ്പെടെ കേരളത്തിൻ്റെ പിന്നിലാണ് തനത് നികുതി വരുമാനം സമാഹരിക്കുന്ന കാര്യത്തിൽ, വർധനവിൻ്റെ കാര്യത്തിൽ, തനത് നികുതി വരുമാനത്തിൻ്റെ വർധനവിൻ്റെ കാര്യത്തിൽ. തൽക്കാലം ആ 2 മറുപടി പറയുന്നു. സഞ്ജീവ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ SR സഞ്ജീവ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നി. സ്വകാര്യ നിക്ഷേപത്തെ LDF എതിർത്തിട്ടില്ല. LDFൻ്റെ കാലത്തും സ്വകാര്യ നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല വ്യക്തത കാര്യത്തിലുണ്ട്. സ്വകാര്യവൽക്കരണവും സ്വകാര്യ നിക്ഷേപവും രണ്ടാണ്. കേരളത്തിൽ എല്ലാ കാലത്തും സ്വകാര്യ നിക്ഷേപം ഉണ്ടല്ലോ. ഇപ്പോൾ ഗോളിയോർ റയോൺസ് 57 EMS ഗവൺമെൻറ്റാണ് കൊണ്ടുവന്ന് സ്വകാര്യ നിക്ഷേപമാണല്ലോ അത്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇതുപോലൊരു മുതലാളിത്ത സമ്പദ്ഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുമ്പോൾ സ്വകാര്യ നിക്ഷേപം വേണ്ടി വരും. പക്ഷേ സ്വകാര്യവൽക്കരണം വേറെയാണ്. അവിടെയാണ് ഹർഷൻ പറഞ്ഞ ഭൂമിയുടെ കാര്യം നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. ഇപ്പോൾ ലാൻഡ് റിഫോംസ് 2.0 നടപ്പാക്കും എന്നാണ് ശ്രീ VD സതീശൻ ബജറ്റിൽ പറയുന്നത്. ചോദ്യം എന്താണ്? 1ാം ഭൂപരിഷ്കരണം ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു? ജന്മിമാരിൽ നിന്ന് ഭൂമിയും ആസ്തിയും പുനർവിതരണം നടത്തുന്നതിനായിരുന്നു. കുടിയാന്മാർക്ക് യഥാർത്ഥത്തിലുള്ള ഭൂമിയുടെ അവകാശികൾക്ക് പുനർവിതരണം നടത്താനുള്ളതായിരുന്നു. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വെൽത്ത്. അതാണ് 1ാം ഭൂപരിഷ്കരണം കൊണ്ട് നടപ്പാക്കിയത്. എന്നാൽ 2ാം ഭൂപരിഷ്കരണം ആർക്കാണ്? അതിൽ കൃത്യമായി പറയുന്നുണ്ട്, വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി, വൻകിട പദ്ധതികൾക്ക് വേണ്ടി, സ്വകാര്യ പദ്ധതികൾക്ക് വേണ്ടി
എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നാം ഭൂപരിഷ്കരണത്തിൻ്റെ റിവേഴ്സലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടാം ഭൂപരിഷ്കരണം. ഏതുപോലെ എയർ ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം ടാറ്റയിൽ നിന്ന് ഏറ്റെടുത്ത് ദേശസാൽക്കരിച്ചു. ഇപ്പോൾ മോദി ഗവൺമെൻറ് അത് വീണ്ടും സ്വകാര്യവൽക്കരിച്ച് ആർക്ക് തിരിച്ചു കൊടുത്തു? ടാറ്റയ്ക്ക് തിരിച്ചു കൊടുത്തു. അന്ന് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം തലക്കെട്ട് കൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ചരിത്രത്തിൻ്റെ കാവ്യനീതിന്ന്. ഏത്? ടാറ്റയിൽ നിന്ന് രാജ്യത്തിൻ്റെ സ്വത്തായി മാറ്റിയത് തിരിച്ച് ടാറ്റയ്ക്ക് കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു അനീതിയായിരുന്നു എന്നാണ്. അതുപോലെ ഇപ്പോൾ ഭൂപരിഷ്കരണം അന്ന് കേരളം കൈവരിച്ച നേട്ടത്തെ ഇല്ലാതാക്കുന്ന, അത് തിരിച്ച് വൻകിട കോർപ്പറേറ്റുകൾക്ക് ഭൂമി അൺലോക്ക് ചെയ്ത് കൊടുക്കുന്ന, ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പരാതിയാണത്. അതിനുള്ളതാണ് ഈ പ്രഖ്യാപനം എന്ന് ആ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: നേരത്തെ പ്രസക്തമായിരുന്ന ഭൂ നിയമങ്ങൾ മാറ്റി എഴുതും എന്നാണ്. നേരത്തെ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ മാറ്റി എഴുതും എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭൂപരിഷ്കരണം ഒരു തിരിഞ്ഞു നടത്തമാണ് എന്നുള്ളത് നമുക്ക് കാണാം. ഈ പ്രഖ്യാപിച്ച ഭൂപരിഷ്കരണം അത് സ്വകാര്യവൽക്കരണത്തെ ലക്ഷ്യമിട്ടുക. ഇപ്പോൾ പൊതുമേഖലയിലുള്ളതിനെ കൂടി സ്വകാര്യവൽക്കരിക്കുക, ഇപ്പോൾ പൊതു ഉടമസ്ഥതയിലുള്ള എല്ലാത്തിനെയും സ്വകാര്യവൽക്കരിക്കുക എന്നത് തെറ്റാണ്. ഞങ്ങൾ എന്താ സ്വകാര്യ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കപ്പാസിറ്റി ഉയർത്തുന്ന, അതുപോലെ തന്നെ പുതിയ സാങ്കേതികവിദ്യ ലഭ്യമാക്കുന്ന, പുതിയ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന സ്വകാര്യ നിക്ഷേപവുമാവാം വിദേശ നിക്ഷേപവുമാവാം. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഈ 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിന് നിലവിലുള്ള എല്ലാത്തിനെയും സ്വകാര്യ മേഖലയ്ക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഇനി ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ധാതുമണ നിക്ഷേപം വിഴിഞ്ഞം മുതൽ കൊച്ചി വരെയുള്ള കേരളത്തിൻ്റെ തീരപ്രദേശം ധാതു സമ്പന്നമായിട്ടുള്ളതാണ്. അത് അദാനി വളരെ നേരത്തെ തന്നെ കണ്ണുവെച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നിറവേറ്റിക്കൊടുക്കുക എന്നതാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള റെയർ എർത്ത് കോറിഡോറിൻ്റെയും ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴിയുടെയും ഉദ്ദേശം എന്നത്. നിങ്ങളിപ്പോൾ പറയുമ്പോൾ ഇത് വേണമെങ്കിൽ ആക്ഷേപമാണ്, ആരോപണമാണെന്നൊക്കെ പറയാം. നിങ്ങൾ നോക്കിക്കോളൂ, സംഭവിക്കാൻ പോകുന്നത് അതാണ്. അതുമാത്രമല്ല കേട്ടോ, വേറെ ഇതിന് മുമ്പേ കുറച്ച് കാലമായിട്ട് നടക്കുന്ന ചില മുന്നൊരുക്കങ്ങളും ഇത് മുഴുവൻ കൈയടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒഡീഷ മുതൽ തമിഴ്നാട് വരെയുള്ള കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള റെയർ എർത്ത് കോറിഡോറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം പൂർണ്ണമായും ഈ വളരെ അമൂല്യമായിട്ടുള്ള ധാതു സമ്പത്തിനെ കോർപ്പറേറ്റ് ചൂഷണത്തിന് അദാനിയുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതല ഏൽക്കുന്നതിന് മുമ്പ് അദാനി ഏർപ്പെടുത്തിയ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റിനെ കണ്ടതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ ബജറ്റിൽ കാണുന്നത്. ഇനി ഈ ധാതുമണൽ മാത്രമാണോ കൊടുക്കുന്നത്? അല്ല, ബ്ലൂ എക്കോണമിയുടെ മറവിൽ സമുദ്ര വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കുകയാണ്. ഇതെല്ലാം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. മത്സ്യത്തൊഴിലാളികളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നാണ്. മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ, ഉപജീവനം, വരുമാനം ഇതിനെല്ലാം ഇല്ലാതാക്കുന്നതാണ്. വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഈ മത്സ്യസമ്പത്ത് മുഴുവൻ, സമുദ്ര സമ്പത്ത് മുഴുവൻ ചൂഷണം ചെയ്ത് കൊള്ളലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതിന് വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സ്വകാര്യ സാറ്റലൈറ്റ്. അതാ ഞാൻ പറഞ്ഞത്, ഭൂമിയും തീരവും അതുപോലെ കടലും ആകാശവും എന്നത് ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. ആകാശവും തുറന്നിട്ട് കൊടുക്കുകയാണ് സ്വകാര്യ സാറ്റലൈറ്റ് സംരംഭങ്ങൾക്ക്. അവിടെയും കടന്നു വരാൻ പോകുന്നത് അദാനിയാണ്. അപ്പോൾ കേരളത്തെ ആകെ അദാനിക്ക് വിൽക്കുന്ന, ഒരൊറ്റ കോർപ്പറേറ്റ് കമ്പനിക്ക് വിൽക്കുന്ന അദാനിയുടെ കാര്യസ്ഥൻ എന്ന നിലയിലുള്ള ഒരു ബജറ്റാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. രാജേഷ്, ഞാൻ തിരിച്ചു വരാം. ഇനി ചില ചോദ്യങ്ങളിലേക്ക് കൂടി വളരെ പെട്ടെന്ന് തിരിച്ചു വരാനുണ്ട്. അതിന് മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. പറഞ്ഞ് അവസാനിപ്പിച്ചോ, കാരണം അത് കഴിഞ്ഞിട്ട് ആ ഇടയിലേക്ക് പോകാം. ഒരു മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിച്ചോ, അത് കഴിഞ്ഞിട്ട് ഇടവേളയിലേക്ക് പോകാം. 35,000 കോടിയിൽ നിന്ന് 30,000 കോടിയായിട്ട് പദ്ധതി അടങ്കൽ വെട്ടിക്കുറയ്ക്കുമ്പോൾ അത് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ, വികസന ചെലവുകളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ്? കോൺട്രാക്ഷണറി ആയിട്ടുള്ള ബജറ്റാണ് എന്ന് പറഞ്ഞാൽ ചെലവ് ചുരുക്കൽ എന്ന സമീപനമാണ് ഈ ബജറ്റ് പിന്തുടരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5,000 കോടി പദ്ധതി അടങ്കൽ വെട്ടിച്ചുരുക്കിയിരിക്കുകയല്ലേ. അപ്പോൾ ഇത് അതോടൊപ്പം വൻകിട പദ്ധതികൾക്ക് പണം കണ്ടെത്താനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഭവന നിർമ്മാണത്തെക്കുറിച്ച്, ലൈഫിനെ കുറിച്ച് പരാമർശമില്ല, ഭവന നിർമ്മാണം എന്നതിനെക്കുറിച്ച് പരാമർശമേ ഇല്ല. കഴിഞ്ഞ കേരളത്തിലെ ഗവൺമെൻറ് ശരാശരി 1000 കോടിയാണ്, അല്ലെങ്കിൽ 900 കോടി ആണ് ശരാശരി ലൈഫ് ഭവന പദ്ധതിക്ക് വെച്ചത്. 5 ലക്ഷം വീടാണ് ഉണ്ടാക്കിയത്. എന്താണ് ഇവിടെ ഭവന നിർമ്മാണത്തെക്കുറിച്ച്, വീടിനെ കുറിച്ച് പരാമർശമില്ലല്ലോ.
അപ്പോൾ അതുപോലെ തന്നെ ക്ഷേമ പെൻഷനെ കുറിച്ച് പരാമർശമില്ല. അംഗൻവാടിക്കാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു, ആശമാർക്ക് 21,000 ആക്കി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് കൊടുത്തതാണ്. ഇനി 9,000 കൂടി വർദ്ധിപ്പിക്കേണ്ടതാണ്. ഒരു പരാമർശമില്ലല്ലോ. പറഞ്ഞ വാഗ്ദാന പ്രകാരമാണെങ്കിൽ 9,000 വർദ്ധിപ്പിക്കേണ്ടതാണ്. വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രഖ്യാപിച്ചതാണ്, അതിനെക്കുറിച്ച് പരാമർശമില്ല. അപ്പോൾ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഇവർ തന്നെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് പരാമർശമില്ല. ക്ഷേമ പദ്ധതികളിൽ നിന്നും തിരിഞ്ഞു നടക്കുന്ന ഒരു ബജറ്റാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ശ്രീ പഴകുളം മധു കരുതിയിട്ടുള്ളത് ഇപ്പം പ്രഖ്യാപിച്ച പദ്ധതികൾ എന്താ അദ്ദേഹം പറഞ്ഞല്ലോ, മാരിടൈം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത് വന്നാൽ ഒരു 6 മാസം കൊണ്ട് വരുമാനം വന്നു തുടങ്ങും എന്നാണ്. വലിയ വൻകിട ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികൾ, നിക്ഷേപ പദ്ധതികൾ, അത് വരുമാനം നൽകാൻ എത്രയോ കാലമെടുക്കും. ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇതൊക്കെ പ്രാഥമികമായ സാമ്പത്തിക ശാസ്ത്ര തത്വമാണ്. അപ്പോൾ ഇപ്പോൾ കുറേ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു, അടുത്ത മാസം മുതൽ അതെല്ലാം വരുമാനമുണ്ടാക്കി തരും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ കൂടുതലൊന്നും അതിനെപ്പറ്റി പിന്നെ പറയാനില്ല. റൈറ്റ്.